റീൽസ് വരുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തത് ഏതാ ഈ കുട്ടി, ഇങ്ങനെ കൊറേ റീൽസ് ചുമ്മാ സജഷനിൽ കയറി വരും, നമ്മൾ സെർച്ച് ചെയ്യാതെ തന്നെ. അങ്ങനെ ഞാൻ തപ്പി പിടിച്ചെടുത്തപ്പോ പിന്നീട് എനിക്ക് ഇഷ്ടമായി. സംസാരം കൊണ്ടൊക്കെ ഭയങ്കര എന്താ പറയാ, ഒരു രസം, ഭയങ്കര ഒരു ഭംഗി കാണാനും കേൾക്കാനും. പ്രായത്തിന്റെ മെച്ചൂരിറ്റി ഇല്ല. അല്ല ഇപ്പൊ ഈ ഇടയ്ക്ക് ഈ അമ്മാണ് അത് പറയുന്ന, അമ്മന് 50 വയസ്സായി, ഒരു മെച്ചൂരിറ്റി കൂടെ ഇല്ല. ഈ അമ്മനെ കൂട്ടിട്ട് ഒരു 50 വയസ്സായല്ലേ, പക്ഷെ സ്റ്റിൽ സോ യങ്. പക്ഷെ ഞാനുണ്ടല്ലോ, ഞാൻ ഈ അമ്മ ശരിയില്ല. ഈ അമ്മന് 50 വയസ്സായി, ഓസ്ട്രേലിയയില് വന്ന് എന്നെ അലവിട്ട് അതിന് പേരെന്താ, അലവിട്ട് മലയാളം എന്താ, അലറി. അല്ലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അലയെ വിട്ടെന്ന് പറഞ്ഞാ എന്നെ അലവിട്ട് കഷ്ടപ്പെടുത്തി ഞാൻ അവളെ. അമ്മയാണ് എന്നെ നോക്കാൻ വന്നത്, പക്ഷെ ഞാൻ അമ്മനെ നോക്കേണ്ടി വന്നു. അയ്യോ ഒന്നും പറയണ്ട. അതെ, എന്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. റൂമിൽ പോയ കീ മാത്രല്ല എല്ലാத்தைയും ഇങ്ങനെ വിട്ടിട്ട് വരും. അല്ലല്ല, ഇത്തവണ കീ നഷ്ടപ്പെട്ടു പോയി. കീ നഷ്ടപ്പെട്ടു പോയതും പോരാ, ഞാന് ശരി എങ്ങനെയെങ്കിലും അവിടെ പോയി താഴെ പ്ലീസ് ഈ റൂമിന്റെ കീ എന്ന് ചോദിച്ചാ, ഇവളുണ്ടല്ലോ, ഇവളവിടെ ചെന്ന് എന്താ ഇനി ഫീ ഉണ്ടോ കീ തൊലഞ്ഞു പോയതിനൊന്നും ഇവള്. അവരാണെങ്കിൽ അടുത്ത കീ ഓക്കെ എന്ന് പറഞ്ഞ് എടുത്ത് തരാൻ നിൽക്കുമ്പോ ഇവള് എന്താണ് പണിഷ്മെന്റ്, എന്താണ് നമ്മള് ഞാൻ കുറച്ച് ഇതാണ് നേർമ. നീ സാരില്ല, നീ ഇഷ്ടമുള്ള നേർമയാണ്. അതാണ് എല്ലാരും ശിവാംഗിനെ കുറിച്ച് പറയുന്നത്. ഭയങ്കര ജെന്യൂൻ ആണ്. ഞാൻ ഈ ഇടയ്ക്ക് വരുന്നതിന് മുന്നേ കുറെ വീഡിയോസ് തമിഴ് മലയാളത്തിലൊക്കെ കണ്ടപ്പോ കമന്റ്സ് നോക്കുമ്പോ ഒട്ടും നെഗറ്റീവ് കമന്റ്സ് ഇല്ല. അയ്യോ തുപ്പ് 3 വാട്ടി അല്ല, ഞാൻ നല്ല അർത്ഥത്തിലാട്ടോ. ഇല്ല, അത് നല്ല അർത്ഥത്തിലാ പറഞ്ഞെ, പക്ഷെ അതല്ലേ ഇങ്ങനെ ഒരു മോളെ ഇവിടെ കിട്ടി, വീട് സ്വർഗം പോലെയല്ലേ. ഇവിടെ വന്ന് താമസിക്കണവർക്കറിയാം. ഈ മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ പലരും കുക്ക് വിത്ത് കോമാളി ഒന്നും കണ്ടിട്ടില്ല, ഈ ഇന്റർവ്യൂസ് കണ്ട് കുറെ പേര് ഫാൻസ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മോളെ കിട്ടണെങ്കിൽ ഈ വീട് തന്നെ എന്ത് രസമാണ്, സ്വർഗം പോലത്തെ ഒരു വീടായിരിക്കും. വിചാരിക്കുന്നത് ആക്ച്വലി ഞാൻ ഓപ്പോസിറ്റ് ആണ്. ഞാൻ വീട്ടില് സൈലന്റ് ആണോ? എന്റെ മുറിയെ വിട്ട് ഞാൻ വെളി വരവില്ല. അതായത് ഞങ്ങള് തോണ്ടാൻ പോവാറില്ല, സംസാരിച്ച് കഴിഞ്ഞ ചിലപ്പോ ഈ ഇവിടെ വില്ല മുഴുവൻ കേൾക്കും. എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് വന്നോന്ന് വെച്ചോ, അവളുടെ അടുത്ത് നിൽക്കാൻ പറ്റൂല. പിന്നെ ഹൈ ഇപ്പൊ ഈ പിച്ചിന്റെ ഒരു 4 ഇരട്ടി ഹൈയിലങ്ങ് സംസാരിക്കും. നമുക്ക് നാണമാകും. കാരണം എല്ലാവരും കേക്കും. ഈ കുട്ടിക്ക് എല്ലാരും കേൾക്കുന്നു എന്നൊരു നാണമൊന്നുമില്ല. അത് എന്താന്നറിയോ, അത് വന്ന് എനിക്ക് എന്റെ പോയിന്റ് ഞാൻ സ്പഷ്ടമാക്കണം. അത് വിട്ടിട്ട് നമ്മളിപ്പോ ഒരു പോയിന്റ് അപ്പൊ ഞാൻ ഒച്ചത്തി സംസാരിച്ചാണ് ആ പോയിന്റ് എന്നെ പൊറത്ത് എനിക്ക് രജിസ്റ്റർ ആവുള്ളൂ. അത് രജിസ്റ്റർ ആയില്ലെങ്കിൽ എനിക്ക് ആ 10 ദിവസം അതിന് ഞാൻ ഓവർ തിങ്ക് ചെയ്യും. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒച്ചയില് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാ പ്രോബ്ലം. ഈ നാട്ടുകാര് കേട്ടിട്ട് അവരുടെ ജോലിക്ക് പോകും. പക്ഷെ ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മറു ജോലിക്ക് പോരാൻ പറ്റില്ല. സോ അതുകൊണ്ട് നാട്ടുകാര് കേട്ടാ എനിക്ക് കുഴപ്പമില്ല. അതാണ് നമ്മളൊരു സെയിം വൈബാന്ന് തോന്നുന്നല്ലേ. പക്ഷേ നമുക്കൊക്കെ ഒരു നാണക്കേടൊക്കെ ഉണ്ടല്ലോ. എനിക്കതൊന്നുമില്ല. ഈ നാണക്കേട് ഈ വേൾഡിൽ ജീവിക്കാൻ പറ്റില്ല. എന്താ പറയാ, നമുക്ക് ഒരു മിനിമം നമ്മള് ബാക്കിയുള്ളവരെ സമൂഹത്തിനെ റെസ്പെക്ട് ചെയ്യണല്ലോ. നമ്മള് സൗണ്ട് എടുക്കുമ്പോഴും എല്ലാം അക്കം പക്കത്തുള്ളവർക്കൊന്നും കേൾക്കാൻ അങ്ങനെ നമ്മള് പ്ലേസിലല്ല ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത്. അതെ അതെ, ഒന്നും ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് വേണല്ലേ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നല്ല ഉറപ്പുള്ള എന്താ പറയണ എയർ ടൈറ്റ് ഡോഴ്സ് ആണ്. ആണോ? ഒറ്റൊന്നും വെളിയിൽ പോകത്തില്ല. ഞാനോടത്തെ വില്ലാന്ന് പറയുമ്പോഴത്തേനും നമ്മളൊന്ന് ചുമച്ച അപ്പുറത്ത് കേൾക്കൂല. അതിന് ഒരു ദിവസം ഇവിടെ എന്റെ ചേച്ചിമാരൊക്കെ വന്നു. അപ്പൊ ഞങ്ങള് വെളിയിൽ പോവാനായിട്ട് ഇവളൊരു ഹോട്ടലിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. അതിന് അവള് ഓർഡർ ചെയ്ത ഏതോ സാധനം ഞാൻ അത് കൊള്ളൂലെന്നെന്തോ പറഞ്ഞു പോയത്. വീടിന് വെളിയിൽ നിന്ന് ഒച്ചത്തിലിനോട് വഴക്കൂടി. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്ന പാവം ആളല്ല. അല്ല അപ്പൊ ഈ ഫെയിം ഈ എല്ലാരും ശിവാംഗി ഭയങ്കര ആരാധനയോടൊക്കെ അല്ലേ ഇവിടെ ഉള്ളവരൊക്കെ നോക്കി കാണുന്നത്. അപ്പൊ ഒച്ചത്തിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേനും
അവര് സപ്പോർട്ട് ചെയ്യോ എങ്ങനെയാണ്? അവരാരും വരത്തില്ല. ഇവിടെ ആരും വരില്ല. ഇവിടെ ആരും ആരുടെയും കാര്യമൊന്നും നോക്കൂല. എല്ലാവർക്കും ഞങ്ങളും നോക്കില്ല. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് ഇവിടെ ടച്ച്വുഡ് ഇന്ന് വരെ ഈ നിമിഷം വരെ നെഗറ്റീവ്സ് വളരെ കുറവാണ്. പബ്ലിക്കായിട്ട് ഒരാളെ എടുത്ത് കീറണതും ഒരാൾക്കെതിരെ സംസാരിക്കുന്നതും അങ്ങനെ അത്രയില്ല. അടുത്തുള്ള വീട്ടുകാരെ കുറിച്ച് ഗോസിപ്പ് പറയണോ ഇത് നമുക്ക് ആർക്കും ഇന്നും അറിയില്ല അപ്പുറത്തും ഇപ്പുറത്തും ആരാണ്. ആ ഒരു വന്നപ്പോ 6 മാസമായി. 6 മാസം ആരാ നെയ്ബറും കൂടെ എനിക്കറിയില്ല. ആർക്കും എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ബിസിയാണ്. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. മറ്റുള്ളവരെ മാക്സിമം എൻകറേജ് ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ഞങ്ങളിപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന യൂബറില് ചുമ്മാ തമിഴ് അറിയില്ലേലും തമിഴ് സംസാരിക്കൂലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ കേരള ശിവാങ്കി തെരിയുമാ കുക്ക് വിത്ത് കോമാളി ശിവാങ്കി ഇന്റർവ്യൂ എടുക്കാൻ വരുവാണ്. അപ്പൊ ഞങ്ങൾ വെച്ച് ഫാൻ ബേസ് ഉണ്ട്, നിറയെ ഫാൻ ബേസ് എനിക്ക്. എല്ലാവർക്കും അറിയാം ശിവാങ്കിയെ. ഞാൻ കേറുന്ന ഞങ്ങൾ 3 ഊബർ കയറിയിട്ടുണ്ട്. 3 ഊബറിലും ഞങ്ങൾ ശിവാങ്കിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. ഒരു ദിവസം ഞാനിങ്ങനെ പോവാ. അപ്പൊ ഒരു ജെമിനി ആ സൈഡില്, അപ്പൊ പോലീസുകാരെല്ലാ സൈഡിലും ഇവര് നിങ്ങൾ കണ്ടു കാണാം, ഇവര് റോഡിന്റെ മുഖം എപ്പോഴും നിക്കാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ. അപ്പൊ ദൂരേന്ന് പോലീസുകാരെ കാർ ഒതുക്കാൻ പറഞ്ഞു. ഉടനെ ഞാൻ ഡ്രൈവറിന്റെ അടുത്ത് പറഞ്ഞു, വേഗം ഇതെല്ലാം എടുത്തു വെച്ചോ, എന്താണെന്നറിയാൻ പാടില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, എന്തിനാണെന്നറിയാൻ പാടില്ല. അപ്പൊ അവരിങ്ങനെ 2 പേര് വിളിക്കുന്ന ഇങ്ങനെ ഒതുക്കി. അപ്പോൾ സീരിയസ് ആയിട്ട് വിളിക്കണേ, എന്താണ് നമ്മൾ ചെയ്ത തെറ്റ്, നമ്മളങ്ങനെ ഒരിക്കലും ഇത് ചെയ്യാറില്ല. ചെന്ന് കഴിഞ്ഞാൽ ശിവാങ്കി അമ്മ പറഞ്ഞു എന്താ അറിയോ ഇത് ഒരു ഐറണി. ഞാൻ അമ്മയും കൂടെ പോവും. ഫസ്റ്റ് തിരിച്ചറിയുന്നത് അമ്മേനെ. അതും അമ്മ എന്ന് പറയില്ല, ശിവാങ്കി അമ്മ എന്ന് പറയും. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, ശിവാങ്കി അവിടെ വന്നില്ലെന്ന് ചോദിക്കും. ഇവളെന്താ പറയാമോ, ഇവള് വെളിയിൽ ഇറങ്ങുമ്പോ കണ്ണെഴുതില്ല, ഒരു മേക്കപ്പ് ഇല്ല, ഒരു പൊട്ട് കമ്മല് പോലും ഇടില്ല, പൊട്ടില്ല, ഒന്നുമില്ല. ഒരു തലേ കെട്ടി സ്പീഡിൽ പോകും. ആർക്കും അങ്ങനെ എളുപ്പം നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. സ്പീഡിൽ അവരെ പോകുന്നു. പക്ഷെ ഞാൻ ബാത്റൂമിൽ പോയാലും കണ്ണെഴുതിയിട്ടേ പോകും. അത് ഞാൻ കണ്ടു. പനി പിടിച്ച് കിടന്നാലും കണ്ണ്. അത് ഞാനും യോജിക്കുന്നു ചെറുതായിട്ട്. ഞാൻ കുറച്ച് ഓപ്പോസിറ്റ്. ഈ വിഷയത്തിൽ ഞങ്ങൾ കണ്ണെല്ലാം ഇതിട്ട് പോണ കണ്ണ് എരിയൂലേ, അത് നമ്മുടെ സന്തോഷമാ. അത് ഈ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നെ കാണുമ്പോൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണെന്നാണ് എന്റെ വിചാരം. പക്ഷേ എനിക്ക് കണ്ണ് എഴുതണം എന്നൊന്നും ആവശ്യമില്ല. കണ്ണ് എഴുതാതെ ഞാൻ ഭംഗിയാ. അങ്ങനെ ഒരു കോൺഫിഡൻസ് വേണം കേട്ടോ. നമുക്ക് ആ കോൺഫിഡൻസ് എനിക്ക് ഒട്ടുമില്ല. എനിക്ക് എന്നെ കണ്ണൊന്നും എഴുതാതെ ലിപ്സ്റ്റിക് ഇടാതെ കണ്ട ഇതെന്ത് കൊരങ്ങി നമുക്കങ്ങനെ എന്ന് തോന്നും. എന്നിട്ട് ഉടനെ തന്നെ എനിക്ക് ചിലപ്പോ പനി പിടിച്ച് 105 കടന്നാലും ഉടനെ കണ്ണൊക്കെ എഴുതി നോക്കുമ്പോ ഒരു ഇച്ചിരി സമാധാനം. നാട്ടുകാർക്ക് എങ്ങനെയാന്ന് അറിയത്തില്ല, പക്ഷെ നമ്മുടെ സ്വന്തം സന്തോഷമല്ലേ ആദ്യം എന്നെ നോക്കുന്നത്. അതുകൊണ്ട് അപ്പൊ എന്റെ കണ്ണ് വെച്ച് എല്ലാരും കണ്ണ് കാണുമ്പോ കണ്ടുപിടിക്കും. എന്നിട്ട് ശിവാങ്കിയോട് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കും. ശിവാങ്കി അമ്മ കൂടെ നാഗപ്പോട്ടെ. ഇവള് ഒരു എക്സിബിഷന് പോയപ്പോ ഇവള് മാസ്ക് വെച്ചിട്ടുണ്ട്. ഇവളുടെ കയ്യില് ഫോട്ടോ എടുക്കുക. ഇവള് എന്റെ അടുത്ത് മിണ്ടണ്ടെന്ന് പറഞ്ഞു. അവര് ശിവാങ്കി അമ്മ എന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കണം, പക്ഷെ ഇവള് കൂടെ. അപ്പൊ ഞാൻ പറയാം, കണ്ടാ നീ ഒരു കണ്ണില്ല. പിന്നെ എന്റെ മൂഞ്ചി മാറി. മൂഞ്ചി മാറിയെന്ന് വെച്ചാ എന്താ? മുഖം മാറിയ. ഓക്കെ, എന്നെ പെട്ടെന്ന് ചിരിച്ചപ്പോഴേ. മൂഞ്ചി എന്ന് പറഞ്ഞാൽ തമിഴില് ഫേസ്. ഓക്കെ, ഫേസ്. ഇത് അതിന്റെ പേരെന്താ? അല്ല, പണ്ട് ഒരു 3 വർഷം മുമ്പ് ഇങ്ങനെ പല അങ്ങനെ കുറച്ച് അത്ര മോശമല്ല, കുറച്ച് പല്ല് മുകളിലുണ്ടായിരുന്നു. ഇപ്പൊ താഴായി. ഇപ്പോഴും താഴെ ആയിക്കൊണ്ടിരിക്കാം. എന്നിട്ട് ഇവിടെ സാറ്റ് പോയി. ഇവിടെ എല്ലാം ഡാൻസ് ഒക്കെ ആള് കളിക്കുന്നുണ്ട്. അപ്പം ഈ ചബ്ബി ചീക്സ് അങ്ങ് മാറിപ്പോയി. അതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രാ 2 സെക്കൻഡ്സ് നോക്കണം. എന്നിട്ട് പറയും, എന്നാ மேடம் டிவில நல்ல குண்டா இருந்தீங்க, ஹைட்டா இருந்தீங்க, இவ்ளோ சின்னதா இருக்கீங்கன்னு. അയ്യേ നീங்க ചിന്ന പാപ്പ എന്തിനാ ടിവിയിൽ ഞാൻ കുറച്ച് ഹൈറ്റ് ആയിട്ട് കുറച്ച് പ്ലംപ് ആയിട്ട് കാണാം. അല്ല, ചിലവർക്ക് ടിവിയിൽ വരുമ്പോ കുറച്ചൊരു എന്റെ അനുഭവം ഒന്നും പറയണ്ട. ഞാൻ ഇച്ചിരി എക്സ്ട്രാ ആണ്. എനിക്ക് ബാക്കി എല്ലാവർക്കും ടിവിയിൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് പക്ഷെ എത്ര ഒരുങ്ങിയാലും കവിളൊക്കെ എന്റെ അങ്ങ് ചാടി വല്ലാത്തൊരു
ഫേസ് വല്ലാത്തൊരു രീതിയാണ്. പക്ഷെ എനിക്കൊന്ന് നേരിട്ട് കാണുമ്പോ അത്ര ഇല്ല. ചോദിക്കും ഇങ്ങനെ മെലിഞ്ഞോ, ഞാൻ പറഞ്ഞു ഇല്ല, ഇതാണ് ടിവിയില് കാണുമ്പോ ഇങ്ങനെ ടിവിയില് അത് എന്താന്നറിയത്തില്ല, അതുകൊണ്ട് കുറച്ച് മെലിയിച്ച് നല്ല അതേപോലെ തന്നെയാ സെയിം എന്റെ അടുത്തും പറയും. ഈ ഡയറ്റ് കോൺഷ്യസ് ഒക്കെ നോക്കാറുണ്ടോ ശിവാംഗിയുടെ? ലഞ്ച് കഴിഞ്ഞ് 2 ചോക്ലേറ്റ്, എന്നിട്ട് സ്നാക്സ് 1 ചോക്ലേറ്റ്, ഡിന്നർ 2 ചോക്ലേറ്റ്, ഡെയിലി 5 ചോക്ലേറ്റ്. എന്നിട്ട് എങ്ങനെ ഇത്ര സുന്ദരിയായിട്ട് ഇങ്ങനെ ജോലൈനൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു? അതിനേത്ത പടി വേറെ എന്തെങ്കിലും ചെയ്യും. എന്താ ചെയ്യുന്നത്? ഞാൻ ഡാൻസ് ക്ലാസ് പോകും. എന്നിട്ട് എനിക്ക് ചുമ്മാ ഒരിടത്തിൽ ഇരിക്കാൻ പറ്റില്ല, നടന്നോണ്ടേയിരിക്കും, എന്തെങ്കിലും ചെയ്തോണ്ടേയിരിക്കും. അതിൽ കാലറി ബേൺ ആവും, ബേൺ ആയി തിരിച്ചും കഴിച്ചോണ്ടേയിരിക്കും. ശിവാംഗി ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണോ? അല്ല, ഞാനാണ് അങ്ങനെ ഞാൻ പറയാൻ പറ്റില്ല, പോസിറ്റീവ് ആണ് വെളിയില്.